വളരെ മനോഹരമായ ഈ നല്ല സന്ദർഭത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന് 2-ാമത് വാക്യമാണ്. ആ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ വചനം നാം ശാന്തമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങളെക്കുറിച്ച് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നു എന്നത് ഞാൻ ഓർപ്പിക്കാം. 1-ാം സങ്കീർത്തനത്തിനകത്ത് പ്രാരംഭ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് നീതിമാനും ദുഷ്ടനും തമ്മിലുള്ളതായ വ്യത്യാസത്തെക്കുറിച്ച് ഓർപ്പിച്ചിട്ട് 2-ാം വാക്യത്തിൽ നീതിമാന്മാർ ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യതയും ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ വചനത്തിൽ നിന്ന് ചില വസ്തുതകളൊന്ന് നോക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വചനം? ഇവിടെ പറയുന്നത് അവൻ്റെ ന്യായപ്രമാണങ്ങളെ രാപ്പകൽ കൂടാതെ അംഗീകരിക്കുകയും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതിനനുസരിച്ചുള്ളതായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളെ ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നോർമ്മപ്പെടുത്തുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കുവാനും ആ വചനത്തിന് അടിസ്ഥാനപ്പെട്ടുള്ളതായ ഒരു ജീവിതം നാം നയിപ്പാനും ഇടയായി തീരണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ആരാണ് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയത്? എവിടെ നിന്നാണ് ഈ വചനങ്ങൾ നമുക്ക് ലഭ്യമായത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഒന്ന് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ എന്ന് പറയുന്നുണ്ട്. ഈ അധ്യായത്തിനകത്ത് മോശയെക്കുറിച്ച് വളരെ ആഴമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, സീനായി മലയിൽ വച്ച് തന്നോട് സംസാരിച്ച ദൂതൻ
വളരെ കൃത്യമായി സഭയോടറിയിപ്പാൻ വേണ്ടി നൽകിയ ഒരരുളപ്പാടാണിത് എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ മോശയാണ് ഈ എഴുത്തുകൾ ആദ്യമായി വാങ്ങിയെടുത്തത് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. അവിടേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് നാം വായിക്കുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്വത്തിനകത്ത് ആയിരുന്നു എന്നും അവിടെ നിന്ന് മോശ മുഖാന്തരം വിടുവിക്കപ്പെട്ട് പിതാക്കന്മാരുടെ അവകാശ ഭൂമിയാകുന്ന വാഗ്ദത്ത ദേശമെന്ന് പറയുന്ന കനാനിലേക്കുള്ള അവരുടെ യാത്രയാണ്. ഈ യാത്ര അവർ തിരിച്ച് 3-ാം മാസത്തിലെത്തുമ്പോൾ അവർ സീനായിൽ എത്തി നിൽക്കുകയാണ്. അവിടെ എത്തി നിൽക്കുമ്പോൾ അവർ ടെഫീത്തീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി അവിടെ പാർത്തതിനെതിരെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സീനായി പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ സീനായിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അവിടെ അവർ പാളയമിറങ്ങി കിടക്കുമ്പോൾ മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ഈ പർവ്വതത്തിലേക്ക് എൻ്റെ അരികിലേക്ക് കയറി വരേണം എന്ന് പറയുന്നതായ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. നാം പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരികയാണ്. 31-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിന് 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ സീനായി പർവ്വതത്തിൽ വച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവൻ്റെ പക്കൽ കൊടുത്തു. നാം കേൾക്കണം, ദുരിതയോവചന പഠനം കൂടി ആയതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത് വാക്യം പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആരാൽ എഴുതപ്പെട്ടു, ആരുടെ കൈകളിൽ ലഭിക്കപ്പെട്ടു, എവിടെ നിന്നാണ് എഴുതപ്പെട്ടത്, എഴുതിയതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പും അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രാമധ്യത്തിൽ യാത്ര പുറപ്പെട്ട് 3-ാം മാസത്തിലെത്തുമ്പോൾ രഫീത്തീമിൽ നിന്ന് സീനായിലെത്തിയിരിക്കുന്ന ജനം അവിടെ പാളയമിറങ്ങിയിരിക്കെ മോശയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടതിന് ജനത്തെ നീ അവിടെയാക്കിയിട്ട് ഈ പർവ്വത മുകളിലേക്ക് കയറി വരിക എന്ന് പറയുകയാണ്. അങ്ങനെയാണ് മോശ ജനത്തോട് അവളെ പാളയമടിച്ച്
വിശ്രമിക്കാൻ പറഞ്ഞിട്ട് ആ സീനായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത്. അവിടെ ചെന്ന് അത്യുന്നതനായ ദൈവത്തോടു കൂടെ മോശയായിരിക്കുകയും ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോകേണ്ടതിന് അവരറിഞ്ഞിരിക്കേണ്ടതും അവർ കാത്തുപാലിക്കേണ്ടതും അവർ അംഗീകരിക്കേണ്ടതുമായൊരു പ്രമാണം അവിടെ വച്ച് അത്യുന്നതനായ ദൈവം തന്നെ തൻ്റെ വിരൽ കൊണ്ട് എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ എഴുതിയത് മോശയല്ല, പണ്ഡിതന്മാരല്ല, പ്രഗൽഭന്മാരല്ല, ശ്രേഷ്ഠന്മാരല്ല, ഉന്നതന്മാരല്ല, അത്യുന്നതനായ ദൈവം തന്നെ തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി അത് സീനായിൽ വച്ച് മോശയുടെ കയ്യിൽ കൊടുത്തു എന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ എഴുതിയതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായി തന്നെയാണ് വിശുദ്ധ ബൈബിൾ നിൽക്കുന്നത്. ക്രൈസ്തവർ മാത്രം വായിക്കുന്നതോ ക്രൈസ്തവരുടെ മാത്രം വീടുകളിൽ സൂക്ഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ക്രൈസ്തവർ മാത്രം വായിക്കാൻ അർഹതപ്പെട്ടതോ ആയ ഒരു പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. സകല ജാതി മതസ്ഥരായ ആളുകൾക്കും വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന തലത്തിൽ അവരുടെ മുൻപിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളതും അവരവർക്ക് അവരവരുടെ ഭാഷകളിൽ വായിച്ച് ഗ്രഹിപ്പാൻ കഴിയുന്ന തലത്തിലും നൽകപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ബൈബിൾ അതാരുടെ വിരലുകൾ കൊണ്ട് എഴുതപ്പെട്ടു എന്ന് ചോദിച്ചാൽ മോശയുടെ കൈകൾ കൊണ്ടല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതി സീനായി മലയിൽ വച്ച് മോശയുടെ കൈകളിൽ നൽകപ്പെട്ട പുസ്തകമാണ്. അതാണ് പ്രമാണമാണ് ആ കൊടുക്കപ്പെട്ടത് എന്ന് നാം മറക്കരുത്. ഏറെ ദിവസങ്ങൾ മലയിലിരുന്ന് ദൈവത്തോട് സംവാദിച്ച് ദൈവത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ആ മനോഹരമായിരിക്കുന്ന 2 കൽപ്പലകകളും കയ്യിൽ പേറി സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് മോശ ഇറങ്ങി വരുമ്പോൾ ആഴമായ ആരവങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. മോശ നോക്കി, എന്താണ് കേൾക്കുന്നതായ ശബ്ദം? മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇത് പരാജയത്തിൻ്റെയോ ജയത്തിൻ്റെയോ ഒരാർപ്പുവിളിയല്ല, മറിച്ച് ഒരാരാധനയുടെ ആർപ്പുവിളിയാണെന്ന് മനസ്സിലാക്കി അരികിലേക്ക് വന്നപ്പോഴേക്ക് ഏറിയ ദിവസങ്ങളായി മോശ മടങ്ങി വരാത്തതുകൊണ്ട് മോശ ഇനി വരികയില്ല എന്ന് ചിന്തിച്ച് ജനം അഹരോനോട് പറഞ്ഞതനുസരിച്ച് അഹരോൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ തീക്കകത്തിട്ട് ചുട്ടെടുത്ത് അല്ലെങ്കിൽ അത് ചൂടാക്കി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ മുമ്പിൽ നിർത്തി ഇങ്ങനെ ആരാധന കഴിക്കുന്ന രംഗമാണ്. ഏറിയ ദിവസങ്ങൾ ദൈവത്തോടു കൂടെ ഇരുന്ന് ഈ കൽപ്പലക 2 വാങ്ങി ഇറങ്ങി വരുന്ന മോശയ്ക്ക് ജനം തെറ്റിപ്പോയത് കണ്ടപ്പോൾ താങ്ങാനാവാതെ സങ്കടവും ദേഷ്യവും വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കൽപ്പലകൾ 2 എറിഞ്ഞ് ഉടച്ച് കളയുകയാണ്. യഹോവ ദൈവം മോശയെ വിളിച്ചു, മോശേ, ഞാൻ എൻ്റെ വിരലുകൊണ്ട് എഴുതി ജനത്തിന് നൽകുവാൻ വേണ്ടി തന്ന ആ കൽപ്പലകൾ നീ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച്
കുറ്റബോധമുണ്ടായിട്ട് താന് സങ്കടപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നുണ്ട്. 34-ാം അധ്യായത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ വീണ്ടും എൻ്റെ അരികിലേക്ക് കയറി വാ, മുമ്പുണ്ടാക്കിയതുപോലെ നീ 2 കൽപ്പലകൾ ചെത്തി റെഡിയാക്കി കൊണ്ടുവാ. ആ ഉടഞ്ഞുപോയ കൽപ്പലകൾക്ക് പകരമായി ഞാനത് വീണ്ടും എഴുതിത്തരാമെന്ന് പറഞ്ഞ് മോശയെ വീണ്ടും പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 34-ാം അധ്യായത്തിൽ ഉടഞ്ഞുപോയ കൽപ്പലകൾക്ക് പകരമായി മറ്റ് 2 യഹോവേ ദൈവം എഴുതി കൊടുത്തു എന്നും നാം അറിയണം. ഞാനീ പറഞ്ഞു വരുന്നതെല്ലാം ദൈവത്തിൻ്റെ വചനമെന്ന് നാം പറയുന്ന ഈ ന്യായപ്രമാണം, അത് ദൈവത്തിൻ്റെ കൈപ്പടയാണ്. ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. പിന്നീട് നമ്മളിപ്പോൾ വായിക്കുന്നത് പോലെ, നമ്മുടെ കയ്യിലുള്ളതുപോലുള്ളൊരു പുസ്തകം നിരവധി ദൈവാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യർ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതുകയും അത് ഒന്നിച്ചെത്തിയപ്പോൾ ഒന്നോടൊന്ന് ചേർത്ത് വയ്ക്കുന്നത് പോലെ അതായിരിക്കുകയും ചെയ്തു എന്നതും മറ്റൊരു യാഥാർത്ഥ്യമായ സംഭവമായി ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടെഴുതപ്പെട്ടതാണ് സീനായി മരുഭൂമിയിൽ വെച്ച്, സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയ 1-ാമത്തെ പ്രമാണമെന്ന് നാം മറന്നു പോകരുത്. അതിന് നമ്മൾ വില കൊടുത്തേ കഴിയൂ പ്രിയപ്പെട്ടവർ. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാനൊരു കേരളീയനാണ് എന്നൊക്കെ പറയുന്നതിൽ എനിക്കൊത്തിരി അഭിമാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനിച്ചു വീണ എൻ്റെ രാജ്യം പോലെ നല്ലൊരു രാജ്യമില്ല, ഞാനായിരിക്കുന്നത് പോലെ നല്ലൊരു സംസ്ഥാനമില്ലെന്ന് ഞാൻ പറയും. അത്രമാത്രം ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ഞാൻ സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യും. കാലഘട്ടത്തിനനുസരിച്ച് ഈ രാജ്യത്തിന് ഒരു ഭരണഘടന എഴുതി തിട്ടപ്പെടുത്തി കാലങ്ങളിൽ ആയിരുന്ന അധികാരസ്ഥന്മാരായ ആളുകൾ അത് അംഗീകരിച്ച് വച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായി അനുസരിക്കുവാൻ ഓരോ ഇന്ത്യൻ പൗരനും നിർബന്ധിതരാണ്. അത് ചെയ്തേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണാം, വായിച്ചിട്ടില്ലാത്തവർ കാണാം, അതിലെഴുതപ്പെട്ടതെല്ലാം അറിയില്ലാത്തവർ കാണാം. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ ആ ഭരണഘടനയെ വെല്ലുവിളിച്ചാൽ, ഭരണഘടനയെ അപമാനിച്ചാൽ, ഭരണഘടനയെ നിഷേധിച്ചാൽ അവർ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. കഴിഞ്ഞ ഇടയിൽ ഒരു ബഹുമാന്യനായ മന്ത്രി തൻ്റെ വാക്കുകളിലൂടെ ഭരണഘടനയെക്കുറിച്ച് തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാക്ക് നമ്മുടെ സംസ്ഥാനത്ത് വരുത്തിവെച്ച വിപ്ലവങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം. ഞാനിത് പറഞ്ഞതിൻ്റെ സാരം, ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടനയോട് കൂറ പുലർത്തുവാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്. അത് ചെയ്തേ കഴിയും. അത് ചെയ്യുന്നില്ല എങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. അധികാരത്തിൽ തുടരുവാൻ കഴിയില്ല. ദേശീയ പതാകയെ അപമാനിക്കുവാൻ പ്രമാണമില്ല. ഇന്ത്യൻ കറൻസിയെ നശിപ്പിക്കുവാൻ പ്രമാണമില്ല. അത് രാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്.
നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ബൈബിൾ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതപ്പെട്ടതെങ്കിൽ ഈ വചനത്തെ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഈ പ്രമാണത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുകയോ ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ പ്രമാണത്തെ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ പ്രമാണമില്ലെന്ന് ഞാൻ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇത് നശിപ്പിക്കുവാൻ, ഇതിനെ അപമാനിക്കുവാൻ ആർക്കും അനുവാദമില്ല എന്ന് ഞാൻ പ്രസംഗിപ്പാൻ, ഞാൻ പറയുവാൻ, ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചെയ്യാം. ബൈബിളുകൾ വലിച്ചു കീറപ്പെടുന്നില്ലേ? ബൈബിൾ പ്രതികൾ നശിപ്പിക്കപ്പെടുന്നില്ലേ? കത്തിക്കപ്പെടുന്നില്ലേ? അപ്പോൾ ചോദിച്ചെന്ന് വരാം, ഇന്ത്യൻ ഭരണഘടനയോട് നിഷേധാത്മക രീതിയിൽ സംസാരിച്ചവന് ശിക്ഷയുണ്ട്, അവന് ജയിൽവാസമുണ്ട്, അവൻ്റെ സ്ഥാനത്ത് അവന് തുടരുവാൻ കഴിയുന്നില്ല. അതിനോട് സമാനമാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണവും നിൽക്കുന്നത്. സകല മനുഷ്യനും ഇതിനെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അംഗീകരിക്കപ്പെടാത്ത അനുഭവങ്ങളിൽ എത്രയോ പേരിതിനെ നശിപ്പിച്ചിരിക്കുന്നു, എത്രയോ പേരിതിനെ നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അവർക്കാർക്കും ശിക്ഷാവിധി കിട്ടിയില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഇന്ത്യയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഭരണകൂടമാണെങ്കിൽ ആ ഭരണവ്യവസ്ഥയാണ് അതിനെ നിഷേധിക്കുന്നവർക്കുള്ള ശിക്ഷാവിധി വെച്ചിരിക്കുന്നതെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം എഴുതിയത് അത്യുന്നതനായ ദൈവമാണെങ്കിൽ ആ വചനത്തെ നിഷേധിക്കുന്നവനെ ന്യായം വിധിക്കുന്നത് അത്യുന്നതനായ ദൈവമാണ്, മനുഷ്യനല്ല. ആ ന്യായവിധി എപ്പോൾ എന്ന് ചോദിച്ചാൽ അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഈ സന്ദേശത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ഈ സത്യത്തെ നിഷേധിച്ചതുകൊണ്ട്, ഈ സത്യത്തെ അപമാനിച്ചതുകൊണ്ട്, ഈ സത്യത്തെ ഇല്ലാതെയാക്കാൻ പരിശ്രമിച്ചതുകൊണ്ട് ഈ സത്യം സത്യമായി പറഞ്ഞവൻ ഇടപെടുന്ന സമയം വരും. എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്ദർശനം എപ്പോഴാണ്, ദൈവത്തിൻ്റെ ശിക്ഷാവിധി എപ്പോഴാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ അത് സംഭവിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇന്നലകളിൽ ഈ സത്യവേദ പുസ്തകത്തെ നശിപ്പിച്ചവരും ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിച്ചവരും ഭക്തന്മാരെ ഉപദ്രവിച്ചവരുമൊക്കെ പിന്നത്തേതിൽ അവരും അവരുടെ തലമുറകളുമൊക്കെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് അടിവരയിട്ട് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താകുകയില്ല ന്യായവിധി, പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കപ്പെടുന്നു. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. നോക്കുക, അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, ഒന്നാമത്തെ പ്രമാണം വിരലുകൊണ്ട് എഴുതിയത് അത്യുന്നതനായ ദൈവമാണ്. എവിടെ വെച്ച്? സീനായി പർവ്വതത്തിൽ വെച്ച്. അത് ആരുടെ കയ്യിൽ കൊടുത്തു? മോശയുടെ കയ്യിൽ കൊടുത്തു. ആ ന്യായപ്രമാണം ഇസ്രായേൽ മക്കളുടെ കൈകളിലേക്ക് വന്നു. ആ ന്യായപ്രമാണം പിന്നത്തേതിൽ ജനം അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അതിനെ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്തു പോയവരുണ്ട്. പക്ഷേ കാലാകാലങ്ങളിൽ അതനുസരിച്ച് ജീവിച്ചവരുടെ അനുഗ്രഹങ്ങളും അതിനെ തിരസ്കരിച്ച് തള്ളിയവരുടെ നാശങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്ന അനവധി ദൈവവചന ഭാഗങ്ങളുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാർ അവർ ഈ ന്യായപ്രമാണത്തോട്, ഈ വിശുദ്ധ വേദപുസ്തകത്തോട് നീതി പുലർത്തി. അതിനനുസരിച്ച് അവർ ജീവിക്കുവാനായിട്ട് അവരെ തന്നെ സമർപ്പിച്ച സന്ദർഭങ്ങളാണ്. ഓർക്കണം, അങ്ങനെ അവർ മുൻപോട്ട് പോയി. പക്ഷേ പിൽത്തലമുറകൾ വന്നപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നവരായി,
ദൈവത്തെ അപമാനിക്കുന്നവരായി, ന്യായപ്രമാണത്തോട് നീതി പുലർത്താത്തവരായി ജീവിക്കുവാനിടയായി. അതിൻ്റെ പരിണിത ഫലം അവരുടെ തലമുറകൾ അനുഭവിക്കേണ്ടി വന്നു എന്നതും നാം മറന്നു പോകരുത്. ഒറ്റ വ്യക്തിയെ ഞാൻ എടുത്തു പറയുന്നു, ബെൽഷസ്സർ. നെബൂഖദ്നേസർ രാജാവിൻ്റെ മരണശേഷം അല്ല, തൻ്റെ അഹങ്കാരം തൻ്റെ തലയ്ക്ക് പിടിച്ചതു നിമിത്തം താൻ വനാന്തരത്തിലേക്ക് 7 വർഷത്തേക്ക് പോകേണ്ടി വന്ന കാലം, പിന്നീട് തൻ്റെ മകനായിരിക്കുന്ന ബെൽഷസ്സർ ബാബേലിൽ രാജാവായി വാണ കാലം, യെരുശലേം ദേവാലയത്തെ നിരോധിക്കുകയും യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ ഒക്കെ അവിടെ നിന്നെടുത്ത് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. ബെൽഷസ്സർ വിരുന്നു ദിവസത്തിൽ യെരുശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതായ പൊൻവെള്ളി പാത്രങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും അതിനുള്ളിൽ വീഞ്ഞു പകർന്ന് കുടിക്കുകയും ചെയ്തു. പരിണിത ഫലമായി പറഞ്ഞു, ഈ രാത്രിയിൽ നീ കൊല്ലപ്പെടും. പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്, ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും വില കൊടുത്തിട്ടുള്ള ഭക്തന്മാരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യത്തെ നിഷേധിച്ചവരെയും ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. ഇത് വചനത്തിൻ്റെ ആഴമാണ്. ബെൽഷസ്സർ ആ രാത്രി കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടു, ദൈവവചനത്തോട് നീതി പുലർത്തിയ ഭക്തന്മാരെക്കുറിച്ചും ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോടി വരികയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ നിങ്ങൾ ധ്യാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കയ്യെഴുത്താണ്, മോശെ മുഖാന്തരം നമുക്ക് ലഭിച്ചതാണ്. അടുത്ത് നോക്കുക, ഈ വചനത്തെ നാം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ്? 3 അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇതിൻ്റെ വായനയിൽ നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്താണെന്ന് നോക്കണം. എന്താണെന്നറിയാമോ? അവിടെ യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാരടങ്ങുന്ന 120 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ശബ്ദം കേട്ട് ജനം ഓടിക്കൂടി. എന്താണ് ഇവിടെ സംസാരിക്കുന്നതെന്ന്, എന്താണ് ഇവിടെ കേൾക്കുന്നതെന്ന് നോക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ ഓടിക്കൂടി. ജനസമൂഹം വന്നിറങ്ങുന്നത് കണ്ടിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, രക്ഷാസന്ദേശം വിളിച്ചു പറയാൻ പറഞ്ഞു. പരസ്പരം പറഞ്ഞ് ആരും പ്രസംഗിക്കാൻ തയ്യാറല്ല. പക്ഷെ പത്രോസ് നിർബന്ധത്തിന് വഴങ്ങി പത്രോസ് പ്രസംഗിപ്പാൻ എഴുന്നേൽക്കുകയാണ്. പത്രോസ് പാപബോധമുളവാക്കുന്ന ആഴമായ ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിച്ചു. അവിടെ പറയുന്നത് 37, 38 ഒക്കെ വാക്യങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ അപ്പോസ്തലന്മാരുടെ അരികത്തു വന്ന് രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ അവർ പറഞ്ഞു. നോക്കണം, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എന്തുണ്ടായി? ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ കുറ്റബോധമുണ്ടായി എന്ന് ചുരുക്കം. കുറ്റബോധമുണ്ടായി. അവരേറ്റു പറഞ്ഞു. 3000-ഓളം പേര് അന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടാകും. തെറ്റ് ചെയ്യുന്നത് തെറ്റാന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് ഈ വചന വായനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും
എന്താണ് നല്ലത്, എന്താണ് തെറ്റ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, എന്താണ് പറയേണ്ടത്, എന്താണ് പറയരുതാത്തത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ വചനം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. തിരുത്തേണ്ടിടത്ത് തിരുത്തുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകും. അതാണ് ആ വാക്യത്തിൻ്റെ പ്രത്യേകത. അതാണ് ആ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. 2, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 24-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തിക്കൊണ്ടിരുന്നു എന്നല്ല, കത്തിക്കൊണ്ടിരുന്നു എന്ന്. നമുക്ക് സംഭവം അറിയാം. ശിഷ്യന്മാർ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ യാത്രയുടെ മധ്യത്തിൽ യേശു കർത്താവ് അവരുടെ പിന്നാലെ നടന്നു വരികയാണ്. അവർ യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. യേശു ചോദിച്ചു, നിങ്ങൾ ആരെക്കുറിച്ചാണ്, എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശിഷ്യന്മാരെ പ്രവേശിക്കേണ്ടതായ വീട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിക്കുകയാണ്. അപ്പോൾ യേശുവിനോട് അവർ പറഞ്ഞു, നേരം ഇരുട്ടി, നീ തനിച്ച് പോകണ്ട, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോടുകൂടെ ഞങ്ങളോടുകൂടെ പാർക്കാമെന്ന് പറയുകയാണ്. യേശു ആ ക്ഷണം സ്വീകരിച്ച് അവരോടുകൂടെ പാർക്കുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ യേശു അവർക്ക് ഭക്ഷിപ്പാനായിട്ട് എടുത്തു കൊടുത്തു. അവരുടെ കണ്ണു തുറന്നു. ഇത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ കത്താൻ തുടങ്ങും. നമ്മെ ധൈര്യത്തിലേക്ക്, നമ്മെ അനുഗ്രഹത്തിലേക്ക്, നമ്മെ നന്മയിലേക്ക് ഒക്കെ നയിക്കും. മറ്റൊന്ന്, ദൈവവചന കേൾവിയിൽ കേൾവിക്കാരന് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഇതാണ് മറ്റൊരു കാര്യം. എന്താണെന്നറിയാമോ? ആ വായിച്ച വചനം, ആ കേട്ട വചനം ദൈവത്തിൻ്റെ എഴുത്തായിട്ട് അംഗീകരിക്കുകയോ അതുള്ളിലേക്ക് കയറി വരികയോ ചെയ്യാഴിക കൊണ്ട് അത് പ്രയോജനരഹിതമായി മടങ്ങിപ്പോയതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിന് കുത്തുകൊള്ളുകയോ നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കുകയോ ചെയ്യാതിരുന്നത്. ആ വചന കേൾവി കൊണ്ട് അർത്ഥമില്ല, ആ വചന വായന കൊണ്ട് അർത്ഥമില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ദൈവവചന വായനയുടെയും പഠനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ നിന്ന് ചില വചനങ്ങൾ കൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പം ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇത് ആത്മാവിൻ്റെ വാളാണ്. വിവരിച്ച് പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനുഷ്യനെ ആക്രമിക്കാൻ വരുന്നവരോട് യുദ്ധം ചെയ്യുവാനുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നെങ്കിൽ ശത്രു നമ്മെ ജയിക്കില്ല എന്ന് ചുരുക്കം. മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണമാണ്. ഇവിടെ യേശു കർത്താവ് ഏറെ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിക്കേണ്ടതിൻ്റെ അരികിൽ വന്നു. തന്നോട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യത്തെയും യേശു അതിജീവിച്ചത് തൻ്റെ ഉള്ളിൽ കിടന്ന ദൈവത്തിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടാണ്. അപ്പം ആത്മാവിൻ്റെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഇരുളിൻ്റെ ശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനുള്ള ഒരായുധമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വചനം പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വചനത്തിന് പ്രാധാന്യത കൽപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത്.
അത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് അത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ വാക്യത്തിനകത്ത് ഓർപ്പിക്കുന്നത്. മായമില്ലാത്ത പാലാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ ആ വാക്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എബ്രായ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അവിടെ എന്നാ പറയുന്നത്? 12-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ഞകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതാണ്. അപ്പോൾ തന്നെ ഈ വചനം ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഇരുവായി തലയുള്ള വാളിൻ്റെ പ്രത്യേകത, രണ്ട് ഭാഗത്തേക്കും അത് ഒരുപോലെ അതിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയുമാണ്. അപ്പോൾ തന്നെ അത് നമ്മുടെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഞാനൊരു സാഹചര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഏതാണ്ട് 20 സംവത്സരം ഇശായിയുടെ മകൻ്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകമിരുന്നു. അതിങ്ങനെ തിരശ്ശീലയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതിന് മഹത്വം കൊടുത്തില്ല, അതിനെ ആദരിച്ചില്ല, അതിനെ സ്നേഹിച്ചില്ല, അതിന് ചെയ്യേണ്ട ഒന്നും ചെയ്തില്ല. ദാവീദ് ഭരണത്തിലേക്ക് വന്നപ്പോൾ ഈ പെട്ടകം എടുത്തുകൊണ്ട് വരാനായിട്ട് ആൾ വിട്ടു. ഈ പെട്ടകം അവിടെ നിന്ന് എടുത്തു. അത് കൊണ്ടുപോരുമ്പോൾ ഈ പെട്ടകം എടുത്ത വീട്ടിലെ തലമുറകളുടെ ഈ പെട്ടകത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ 20 സംവത്സരം ആ വീട്ടിൽ ഇരുന്നിട്ട് ആ വീടിനൊരു ഗുണവും ഉണ്ടായില്ല, ഒരു നന്മയുണ്ടായില്ല. മാത്രമല്ല, ഈ പെട്ടകവുമായിട്ട് പോകുമ്പോൾ ഈ പെട്ടകം വഹിച്ചു കൊണ്ടുപോയ വണ്ടിയിൽ കെട്ടിയിരുന്ന കാള വിരണ്ടു. പെട്ടകം താഴെ പോകാതിരിക്കാനായിട്ട് ഇവർ കയറി പിടിച്ചു. അവർ പട്ടുപോയി, അവർ വീണ് മരണപ്പെട്ടു. അപ്പം നോക്കിയേ, ഈ പെട്ടകം 20 വർഷം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഗുണം ചെയ്യുമെന്ന് ചിന്തിക്കല്ലേ. ഈ വിശുദ്ധ ബൈബിൾ കൊണ്ട നടന്നതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒന്നും പ്രയോജനപ്രദമാകത്തില്ല. അതിനെ പ്രമാണിക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്മയാകുകയുള്ളൂ. 20 വർഷം ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിന് നാശമാവുന്നത്. എന്നാൽ ആ സംഭവം നിമിത്തം വീടിൻ്റെ സൈഡിൽ കണ്ട മറ്റൊരു വീട്ടിലേക്ക് ഈ പെട്ടകം എടുത്തു വെച്ചിട്ട് പോവുകയാണ്. 3 മാസമാണ് ആ വീട്ടിൽ ആ പെട്ടകം ഇരുന്നത്. പക്ഷെ ആ 3 മാസം കൊണ്ട് ആ പെട്ടകത്തിന് മാനം കൊടുത്തതുകൊണ്ട് ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ആ ഭവനത്തിലെ തലമുറകൾ ഏറ്റവും ശ്രേഷ്ഠന്മാരെ. അപ്പോൾ ഇത് ഇരുവായി തലയുള്ള വാളാണ്. ഇത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മളങ്ങ് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്. ഇത് നമ്മൾ വായിക്കുന്നത് കൊണ്ട്, ഇത് പഠിക്കുന്നത് കൊണ്ട്, ഇത് ചുമക്കുന്നത് കൊണ്ട്, ഇത് വീട്ടിലുള്ളത് കൊണ്ട്, ഇത് തലമുറക്കീഴെ വെക്കുന്നത് കൊണ്ട് ഇത് നമ്മളെ രക്ഷിക്കുമെന്ന് ചിന്തിക്കല്ലേ. ഇത് നമുക്ക് നാശം ചെയ്യുന്നതുമാണ്. ആർക്കാണ് നാശം ചെയ്യുന്നത്? പ്രമാണിക്കാത്തവർക്കാണ്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നൊരു പദമുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ച് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട് 1-ാം സങ്കീർത്തനത്തിൽ, ദുഷ്ടന്മാരങ്ങനെയല്ല, അവർ കാറ്റു പാറ്റുന്ന പതിർ പോലെ അത്രേ. കണ്ടോ? അപ്പോൾ അവരവിടെ ഇല്ലെന്നുള്ളതാണ്. അവർ നശിച്ചു, അവർ തകർന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ വിടുകയും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ വചനം അങ്ങോട്ടും
ഇങ്ങോട്ടും ഒരുപോലെ ക്രിയ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കുകയും ഇത് പഠിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് ആ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 1-ാം പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ശമൂവേലിന് എഴുതിയ 1-ാം പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മളൊന്ന് നോക്കുക. ഇവിടെ എന്താ പറയുന്നത്? അതിൻ്റെ 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ ഫെലിസ്ത്യന്മാരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ട് അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടിപ്പ് തടി പോലെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് വെക്കുന്ന കാര്യങ്ങളാണ് ഈ ഗോലിയാത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മളൊന്ന് നോക്കാം.